ഇപ്പോൾ കെ ശൈലജ മാധ്യമങ്ങളെ കാണുകയാണ്. എനിക്ക് വേറെ അതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ല. ഓക്കെ, അത് പാർട്ടി സെക്രട്ടേറിയറ്റ് ചേരാനിരിക്കുകയാണ്, അന്നേരമല്ലേ നമുക്ക് പറയാൻ പറ്റും. അതെ അതെ ആ അല്ല, അത് പാർട്ടി സെക്രട്ടേറിയറ്റ് നാളെയുണ്ട്, ഞങ്ങളെല്ലാം അങ്ങോട്ട് പോവുകയാണ്. 8-ാം തീയതിയാണ് പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. ഓക്കെ, പത്രത്തിൽ എന്തെല്ലാം വരുന്നു. പേരാവൂർ ആര് സ്ഥാനാർത്ഥി എന്നുള്ളതല്ല, ഇടതുപക്ഷം ജയിക്കുന്ന മണ്ഡലമാണ്. സ്ഥാനാർത്ഥി ആരാന്നുള്ളതൊക്കെ പാർട്ടി പിന്നെ തീരുമാനിക്കും. അതെ 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 കുറെ കാലമായിട്ട് അദ്ദേഹമാണല്ലോ. അതെ 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 കുറെ കാലമായിട്ട് സണ്ണി ജോസഫാണ് ആര് പേരാവൂരിൻ്റെ ജനപ്രതിനിധി. അവിടെ പക്ഷേ CPM-ന്റെ മണ്ഡലമാണത്. CPM ആണ് അവിടെ വിജയിക്കുന്നത്. പക്ഷേ എം എൽ എയുടെ പേര് സണ്ണി ജോസഫ് എന്നാണ്. KK ശൈലജയുടെ ആസനത്തിൽ പിണറായി വിജയൻ്റെ ഉണ്ട എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ. മനസ്സിലായില്ലേ? ഇപ്പോൾ കഴിഞ്ഞ എന്ന് പറഞ്ഞാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതുപോലെ ഞാനാണ് അടുത്ത മുഖ്യമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് ആ മുഖ്യമന്ത്രി കുപ്പായമൊക്കെ തുന്നിയിട്ട് ഒരു PR വർക്കുമായിട്ട് ഇറങ്ങിയതാണ്. അവസാനം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിജയിച്ചപ്പോൾ ആരായിരുന്നു മുഖ്യമന്ത്രി? പിണറായി വിജയൻ തന്നെയായിരുന്നു മുഖ്യമന്ത്രി. ഇപ്രാവശ്യവും ഞങ്ങൾ അധികാരത്തിൽ വരും. ആര്? CPM അധികാരത്തിൽ വരും, LDF അധികാരത്തിൽ വരും. ഇപ്രാവശ്യം ഞാനാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ശൈലജയ്ക്ക് 8ന്റെ പണി സഖാക്കൾ തന്നെ കൊടുത്തിരിക്കുക. മട്ടന്നൂരിൽ ഉറപ്പായിട്ടും വിജയിക്കും. ആര്? CPM വിജയിക്കുമെന്നാണ് CPM-ന്റെ വിലയിരുത്തൽ. ഞാൻ ബാക്കിയുള്ള മട്ടന്നൂരുകാരുടെ വിലയിരുത്തലല്ല പറയുന്നത്. അപ്പോൾ മട്ടന്നൂരിൽ CPM സ്ഥാനാർത്ഥി ആരാണെങ്കിലും ഉറപ്പായിട്ടും വിജയിക്കുമെന്ന് ആര് വിലയിരുത്തുന്നു? CPM വിലയിരുത്തുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് KK ശൈലജയെ തോൽപ്പിക്കണം എന്നുള്ളത് കൊണ്ട് സണ്ണി ജോസഫിനെതിരെ പേരാവൂര് മത്സരിപ്പിക്കുവാനുള്ള ഒരു തീരുമാനമാണ് ആരെടുത്തത്? ഈ പറയുന്ന CPM എടുത്തത്. അപ്പോൾ KK ശൈലജയെ പേരാവൂരിൽ കൊണ്ടുപോയി മത്സരിപ്പിച്ച് പരാജയപ്പെടുത്തുവാനുള്ള ഒരു ശ്രമമാണ് ആര് നടത്തുന്നത്? CPM നടത്തുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതവിടെ നിൽക്കട്ടെ, ഞാൻ അതിൻ്റെ വിശദമായ ചർച്ചകളിലേക്ക് വരാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ KK ശൈലജ എന്താ പറയുന്നത്? ആര് സ്ഥാനാർത്ഥിയാണെങ്കിലും പേരാവൂരിൽ CPM വിജയിക്കും. ആര് സ്ഥാനാർത്ഥിയാണെങ്കിലും പേരാവൂരിൽ CPM അല്ല വിജയിക്കുന്നത്, പേരാവൂരിൽ കോൺഗ്രസ് വിജയിക്കും. മനസ്സിലായില്ലേ? ഇപ്പോൾ സണ്ണി വക്കീൽ തന്നെ 2011, 2016, 2021 CPM വിജയിച്ചിട്ടുണ്ട് കേട്ടോ. CPM പേരാവൂരിൻ്റെ ചരിത്രത്തിൽ വിജയിച്ചിരിക്കുന്നത് 2006-ലാണ്. ആ 2006-ൽ KK ശൈലജയൻ തന്നെയായിരുന്നു സ്ഥാനാർത്ഥിയായിരുന്നത്. അത് 12-ാം നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 2006-ൽ KK ശൈലജ പേരാവൂരിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. ഇനി 2001-ൽ എന്താണ്? 2001-ൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി AD മുസ്തഫ വിജയിച്ചിട്ടുണ്ട്. 1996 KT കുഞ്ഞിമുഹമ്മദ് വിജയിച്ചിട്ടുണ്ട്. പിന്നെ KP നൂറുദ്ദീൻ 1977 മുതൽ 1996 വരെ, 91 വരെ, 96 വരെ തന്നെ, 91-ലും KP നൂറുദ്ദീൻ വിജയിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 97, 80, 82, 87, 91, 96 6 തവണ 91 5 തവണ KP നൂറുദ്ദീൻ. 96 മുതൽ 2006 വരെ KT കുഞ്ഞുമുഹമ്മദും അതുപോലെ AD മുസ്തഫയും വിജയിച്ചിട്ടുണ്ട്. 2006-ൽ ഒരു തവണ മാത്രമാണ്, അതായത് ഒരു തവണ മാത്രമാണ് CPM വിജയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം പറഞ്ഞു വരുന്നത് പേരാവൂരിൻ്റെ ഒരു ചരിത്രം പറഞ്ഞതാണ്. പിന്നെ 2011 മുതൽ ഇപ്പോൾ 2026 വരെ സണ്ണി വക്കീലാണ് പേരാവൂരിൻ്റെ MLA എന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണ് എന്ന് പറഞ്ഞാൽ ശൈലജയെ അടിച്ച് മൂലക്കിരുത്തണം. അതിനെന്താ വഴി? അതിന് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തണം. മട്ടന്നൂർ പോലെ ഞങ്ങൾ വിജയിക്കുമെന്ന് അത്രയും ഉറപ്പുള്ള സ്ഥലത്ത് കൊണ്ടുപോയി ഒരു പരീക്ഷണം നടത്താൻ പറ്റില്ല. ഇനി കഷ്ടകാലത്തിനെങ്ങാനും വിജയിച്ചാലോ എന്ന് കരുതിയിട്ട് അവിടെ നിന്ന് മാറ്റിയിട്ട് ഉറപ്പായിട്ടും തോക്കുമെന്നുള്ളിടത്ത് കൊണ്ടുപോയിട്ട് ശൈലജയെ കൊണ്ടുപോയി ഇരുത്തുക. അപ്പോൾ ശൈലജ ഇപ്പോൾ പറയുന്നത് എന്താ? പേരാവൂരിൽ ആര് മത്സരിച്ചാലും വിജയിക്കും. സംഭവം ശരി, ആര് മത്സരിച്ചാലും വിജയിക്കും. പക്ഷേ വിജയിക്കുന്നത് സണ്ണി വക്കീലായിരിക്കും എന്നുള്ളതാണ്. ആര് മത്സരിച്ചാലും വിജയിക്കും. കാരണം മത്സരിച്ചു കഴിഞ്ഞാൽ ഒരാൾ വിജയിക്കുമല്ലോ. അത് ശരിയാ. ഇതുപോലെ വലിയ ആത്മവിശ്വാസമൊക്കെ ആയിട്ട്, അമിത ആത്മവിശ്വാസമായിട്ട്
ഒരു സ്ഥലത്ത് മത്സരിച്ചിരുന്നു. എവിടെയാ? അത് വടകരയിൽ മത്സരിച്ചു എന്ന് മാത്രമല്ല, വടകരയിലേക്ക് നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നതിന് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായതിൻ്റെ വിത്തിൻ അവേഴ്സ്, മണിക്കൂറുകൾക്കകം എന്തായിട്ടുണ്ട്, ഡൽഹിയിൽ പോയി ഫ്ലാറ്റ് വാങ്ങിയിട്ടുണ്ട്. എന്തിനാ ഡൽഹിയിൽ ഫ്ലാറ്റ് വാങ്ങിയേ? MP ആയിട്ട് പോയി താമസിക്കാൻ. ആര്? ശൈലജ ഡൽഹിയിൽ പോയി ഫ്ലാറ്റ് വാങ്ങിയ വ്യക്തിയാണ്. പക്ഷേ ആ ഫ്ലാറ്റ് വിൽക്കേണ്ടി വന്നു. എന്താ കാര്യം? വടകരക്കാര് അടിച്ച് മൂലക്കിരുത്തി അവിടെ ഇരി. ആരായിരുന്നു? ഞാനിപ്പോഴും ഓർക്കുക. ആര്? മുഹമ്മദ് റിയാസ് വടകരയിൽ ഒരു ഇലക്ഷൻ പ്രചരണത്തിൽ സംസാരിക്കുക. എന്താ സംസാരിക്കുന്നത്? ഞാൻ അതിൻ്റെ വിഷ്വൽ എൻ്റെ കയ്യിലുണ്ട്, ഞാനത് ഇടയിൽ പ്ലേ ചെയ്യിപ്പിക്കുന്നില്ല. കോൺഗ്രസിന് കേരളത്തിലുള്ള ഏറ്റവും വലിയ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ അവരുടെ ഏറ്റവും വലിയ സ്ഥാനാർത്ഥി വയനാട്ടിൽ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിയാണ്. ആ സാക്ഷാൽ രാഹുൽ ഗാന്ധി വടകരയിൽ നിന്ന് മത്സരിച്ചാലും KK ശൈലജ ജയിക്കും. കാരണം KK ശൈലജ ആഗോള വ്യക്തിത്വമാണ് എന്നൊക്കെയാണ് ആര് പറഞ്ഞത്? മുഹമ്മദ് റിയാസ് പറഞ്ഞത്. പക്ഷേ ശൈലജയെ തോൽപ്പിക്കാൻ ആര് വേണ്ടി വന്നില്ല? രാഹുൽ ഗാന്ധി വേണ്ടി വന്നില്ല. മറിച്ച് ഷാഫി പറമ്പിൽ, രാഹുലിൻ്റെ അനുയായി ഷാഫി പറമ്പിൽ തന്നെ ധാരാളം. അതും 1,15,506 വോട്ടിന്. 8 നിലയിൽ പൊട്ടി. പെട്ടി തുറന്നപ്പോൾ ശൈലജ പൊട്ടി, 8 നിലയിൽ പൊട്ടി. ഇതാണ് വടകരയിൽ സംഭവിച്ചത്. അപ്പോൾ വടകരയിൽ പല കാർഡുകളും ഇറക്കിയിരുന്നു ഷാഫിക്കെതിരെ, വർഗീയതയുടെ കാറ്. മനസ്സിലായില്ലേ? ഷാഫിയെ വർഗീയവാദിയാക്കാൻ, ഷാഫിയെ ഒരു ക്രിമിനലാക്കാനൊക്കെ വലിയ ശ്രമം നടത്തിയിരുന്നു. അന്ന് മുതൽ ശൈലജയുടെ ഉറക്കം കെടുത്തിയതാ അന്ന് ആര്? ഷാഫി. മനസ്സിലായില്ലേ? ഉറക്കം കെടുത്തിയെന്ന് മാത്രമല്ല, അന്ന് മുതൽ ഈ ഷാഫിയെ കാണുമ്പോൾ ശൈലജയ്ക്ക് വല്ലാത്തൊരു ഹാലിളകും, മൂലം കടയും. മനസ്സിലായില്ലേ? കുരു പൊട്ടും. അത് അന്ന് മുതൽ വലിയ അർത്ഥത്തിൽ ഷാഫി പറമ്പിൽ എന്നുള്ള പേര് വെച്ച്, അയാളൊരു മുസ്ലിമാണെന്ന് വെച്ച് സംഘപരിവാർ പോലും മടിക്കുന്ന രീതിയിലുള്ള വർഗീയ കാർഡ് ഇറക്കിയിട്ട് ഷാഫിയെ നേരിടാൻ നോക്കിയതാ വടകരയിൽ. പക്ഷേ വടകരയുടെ മണ്ണിൽ സീസർ അമ്മയെ കുഴികുത്തി മൂടിയിട്ടാണ് ഷാഫി പറമ്പിൽ പിന്നെ നേരെ നിന്നത്. ആ വർഗീയ വിഷജന്തുവിനെ നമ്മൾ കാണും പോലെയൊന്നല്ല സീസറമ്മ എന്ന് പറഞ്ഞാൽ സീസർ യഥാർത്ഥ യൂദാസാണ്. മനസ്സിലായില്ലേ? പാലത്തായിലെ ആ 9 വയസ്സുകാരിയോട് കാണിച്ച ക്രൂരത. കോവിഡ് കാലത്ത് എല്ലാവരും വീട്ടിൽ അടച്ചിരിക്കുമ്പോൾ സീസറമ്മ നോക്കിയത് സ്വന്തം പോക്കറ്റിലേക്ക് എങ്ങനെ പണം ഉണ്ടാക്കാമെന്നുള്ളതാ. 500 രൂപയുടെ PP കിറ്റ് 1500 മേടിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 500 രൂപക്ക് PP കിറ്റ് കിട്ടാനില്ലാത്ത സമയമാണെങ്കിലും ഓക്കെ, മാർക്കറ്റിൽ അവൈലബിൾ ഉള്ള സമയത്ത് സെയിം സാധനം 1500 രൂപയ്ക്ക് മറ്റൊരു സപ്ലയറുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നു. അതെന്തിനാ? മനസ്സിലായില്ലേ? സീസർ നമുക്ക് പോക്കറ്റ് ഇല്ല, കാരണം സാരിയാണ് കൊടുക്കണേ. ബ്ലൗസിന് എന്തായാലും പോക്കറ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ സീസറമ്മ അത് ബാഗിലേക്കുള്ള മണിയാ. പോക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് ബാഗ് മണി എന്ന് നമുക്ക് പറയാം. ബാഗ് മണി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണക്ക് നോക്കും പോലെ 500 1000 എന്നല്ല ബാഗ് മണി എന്ന് പറഞ്ഞാൽ കോടികളാണ്. മനസ്സിലായില്ലേ? അങ്ങനെ സാധാരണക്കാരനെ പറ്റിച്ചു നക്കുകയും വർഗീയതയുടെ കോമരമായി ഉറഞ്ഞു തുള്ളുകയും ചെയ്യുന്ന സീസറമ്മയെ ഈ പ്രാവശ്യം കാല് വാരാനാണ് ആരുടെ പരിപാടി? CPMൻ്റെ പരിപാടി. പേരാവൂര് മത്സരിക്കുമെന്ന് പറയുമ്പോൾ തന്നെ സീസറമ്മയുടെ മുഖം വല്ലാതെ വികൃതമാകുന്നുണ്ട്. എന്താ കാര്യം? സീസറമ്മക്ക് പോലും ഉറപ്പാ പേരാവൂര് മത്സരിച്ചാൽ പരാജയപ്പെടുമെന്നുള്ളത്. മനസ്സിലായില്ലേ? ആ പരാജയ ഭീതി സീസറമ്മക്ക് നന്നായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സീസറമ്മക്ക് തന്നെ പേരാവൂര് മട്ടന്നൂർ വിട്ടൊരു കളിയുമില്ല എന്ന് ആരാ പറയുന്നത്? സീസറമ്മയാ പറയുന്നത്. അപ്പോൾ സീസറമ്മ എന്താ ഇപ്പം ചെയ്യുന്നത്? ഇനിയിപ്പോൾ നാളെ ഈ വാർത്തകൾ ഇപ്പം ഇന്ന് വന്നല്ലോ, നാളെ സെക്രട്ടേറിയറ്റ് കൂടുകയാണ്. ആ സെക്രട്ടേറിയറ്റിൽ പോയി കത്തിക്കുത്ത് നടത്താനാണ് സീസറമ്മയുടെ തീരുമാനം. പക്ഷേ സഖാക്കൾ വിട്ടുകൊടുക്കൂല. സീസറമ്മയെ ഇപ്രാവശ്യം കാല് വാരി നിലത്തടിക്കണമെന്ന് ആരുടെ ഓർഡറാ? പിണറായി വിജയൻ്റെ ഓർഡറാണ്. വിജയൻ സഖാവ് ഓർഡർ ഇട്ടിരിക്കുകയാണ് കാല് വാരി നിലത്തടിക്കാൻ വേണ്ടിയിട്ട്. ആ സീസറമ്മയെ തോൽപ്പിക്കണം. ഇത് പിണറായി വിജയൻ തോൽപ്പിക്കും, അത് വേറെ കാര്യം. ഇനി പിണറായി വിജയൻ തോൽപ്പിക്കാനല്ല വിജയിപ്പിക്കാനാണെങ്കിലും സീസറമ്മയെ പരാജയപ്പെടുത്തും. കാരണം ആ സ്ത്രീ പക്കാ ഫ്രോഡാണ്, കാപട്യക്കാരിയാണ്, പക്കാ ഫ്രോഡാണ് ആ സ്ത്രീ.
സ്ത്രീ എന്ന് പറയാൻ പോലും പറ്റില്ല. കാരണം കെ ശൈലജയൊക്കെ സ്ത്രീ എന്ന് പറഞ്ഞാൽ തന്നെ അത് സ്ത്രീ സമൂഹത്തിന് തന്നെ അപമാനകരമാണ്. മനസ്സിലായില്ലേ? കെ ശൈലജയെ സ്ത്രീകളുടെ കൂട്ടത്തിൽ കൂട്ടി അല്ലെങ്കിൽ സ്ത്രീ എന്ന് വിശേഷിപ്പിച്ചാൽ അത് കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് തന്നെ അപമാനകരമാണ്. അത്രമാത്രം ഫ്രോഡാണ് ആ സ്ത്രീ. പക്കാ കാപട്യക്കാരിയാണ്. അതുകൊണ്ട് സഖാക്കൾ ഇനി അങ്ങ് വിജയിപ്പിക്കാൻ കരുതിയാലും കെ ശൈലജയെ നിങ്ങൾ നിങ്ങളുടെ ഏത് കോട്ടകളിൽ നിർത്തിയാലും ശൈലജയെ തോൽപ്പിക്കും. ഏതുപോലെ തോൽപ്പിക്കും? വടകര ഇപ്പം നിങ്ങളുടെ കോട്ടയായിരുന്നല്ലോ. നിങ്ങളൊന്ന് ആലോചിക്കണം. വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ പെടുന്ന കൂത്തുപറമ്പ്, തലശ്ശേരി, വടകര, കുറ്റ്യാടി, നാദാപുരം, പേരാമ്പ്ര, കൊയിലാണ്ടി, ഇതിൽ കെ രമയുടെ വടകര മാറ്റി നിർത്തിയാൽ 6 അസംബ്ലി മണ്ഡലങ്ങളും നിങ്ങളുടേതായിരുന്നു അല്ലേ? ആ 6 അസംബ്ലി മണ്ഡലങ്ങളും പ്രതിനിധാനം ചെയ്യുന്ന CPM-ന്റെ കോട്ടകളായിട്ടുള്ള വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ 1,14,506 വോട്ടിന് കെ ശൈലജയെ അടിച്ച് മൂലക്കിരുത്തിയിട്ടുണ്ടെങ്കിൽ ഈ ശൈലജ എന്ന് പറയുന്ന പക്ക ഫ്രോഡ് സ്ത്രീയെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടിയിട്ട് അടിച്ച് മൂലക്കിരുത്തിയിരിക്കും ഇപ്രാവശ്യം. അതിനി മട്ടന്നൂരല്ല, വടകരയിലല്ല, എവിടെ കൊണ്ടുപോയി മത്സരിപ്പിച്ചാലും കെ ശൈലജയെ അടിച്ച് മൂലക്കിരുത്തും. ഇതൊരു വാശിയാണ്. കാരണം ശൈലജ എന്ന് പറയുന്നത് ഭൂലോക ഫ്രോഡാണ്, മഹാ തട്ടിപ്പുകാരിയാണ്, മഹാ കാപട്യക്കാരിയാണ്. ശൈലജയെ വിശ്വസിച്ച് കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല. ആ സ്ത്രീയെ ഇനി കേരളത്തിൻ്റെ നിയമസഭയുടെ പടിവാതിൽ കാണാൻ പാടില്ല എന്നുള്ളതാണ്.